നല്ല കാച്ചാണല്ലോ. ഇന്നെന്തോ നല്ല വിശപ്പ്. അതൊരു പുതിയ സംഭവമല്ലല്ലോ. ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസ സ്ഥലത്ത് ആ കുക്കിനോട് നീ ഒന്ന് പറയണേ. മൂക്കുമുട്ട തിന്ന് കിടന്നുറങ്ങാൻ വന്നവരല്ല നമ്മൾ. ദാസ, നമ്മള് സൗകര്യം കിട്ടുമ്പോ തിന്നില്ലെങ്കിൽ ഒടുവിൽ ഡയബറ്റീസ് വരുമ്പോ ഖേദിക്കും. ഇങ്ങനെ കഴിച്ചാൽ അതിനു മുമ്പ് തന്നെ ഖേദിക്കാം. ഫ്രൈഡ് റൈസ് എത്തിയില്ലല്ലോ. ഉടനെ എത്തിക്കാം സർ. പെട്ടെന്ന് ആയിക്കോട്ടെ. ശരി. കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കും. തീരുമാനിച്ചേ പറ്റൂ. എന്ന് വെച്ചാൽ ചിലപ്പോ ഞാൻ വിടുവിക്കും. അപ്പൊ ചത്തുപോയില്ലേ? കൊല്ലാതെ നിവൃത്തിയില്ലെന്ന് വന്നാൽ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ ഇപ്പൊ ചിരിക്കാനാ തോന്നുന്നത്. നമ്മുടെ ചോര കൊണ്ട് മാത്രം മദിരാശിയിൽ എത്ര മൂട്ടകളാ ജീവിച്ചതല്ലേ. അതെ. പാൽക്കാരത്തെരുവിലെ കൊതുകൾക്കെല്ലാം ഉത്സവമല്ലായിരുന്നു. എല്ലാ നാണയത്തിനും രണ്ട് വശമുണ്ട് വിജയ. ഉണ്ടോ? പിന്നെ സുഖമുണ്ടോ ദുഃഖമുണ്ട്, കയറ്റമുണ്ടോ ഇറക്കമുണ്ട്, കണ്ണീരിന്റെ തൊട്ടടുത്ത് പുഞ്ചിരിയുണ്ട്. ഇപ്പോഴീ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ നമ്മൾ എന്തൊരു ബഹുമാന. CID ജോലി ഒരു സുഖമുള്ള ഏർപ്പാട് തന്നെയല്ലേ. കേസുകളും തെളിയിക്കണം. അത് തെളിയിക്കാം. ഇന്നത്തെ നമ്മുടെ എല്ലാ നീക്കങ്ങളും വളരെ വളരെ കറക്റ്റ് ആയിരുന്നില്ലേ? നിന്റെ കുറെ വിഡ്ഢിത്തരങ്ങൾ ഒഴിച്ചാൽ എന്റെ ഭാഗം എല്ലാം കറക്റ്റ് ആയിരുന്നു. ഓഹോ. അപ്പൊ കൊലപാതകയെ കണ്ടുപിടിക്കാനുള്ള തുമ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ ആവോ? സാറിന് വല്ല തുമ്പും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയെങ്കിൽ എനിക്കും കിട്ടി. യോ, ഇയാളല്ലേ അയാള്? അയാള് ആ പോയാള്. വാ, നമുക്ക് പിന്തുടരാം. വെറുതെ ഇരിക്കട്ടെ. രാത്രി നേരത്തെ പിന്തുടരൊന്നും വേണ്ട. സീരിയൽക്ക് രാത്രിയോ പകലോ എന്നൊന്നുമില്ല. എനിക്ക് ഉറങ്ങണം. ഏതാണ് ഉറങ്ങാൻ പോകുന്നവൻ അതറിയണ്ട. ഞാൻ അയാളെ പിന്തുടരാൻ പോവുകയാണ്. ഒരു 50 പൈസ. ഈ നേരത്തെ ആരാ പടക്കം പൊട്ടിക്കുന്നത്? വിഷു കഴിഞ്ഞില്ലേ? പടക്കോ? ദീപാവലി ആയിരിക്കും അല്ലേ? അതെ, ഒരു വെടിയുടെ ശബ്ദമായിരുന്നോ? നീ തോക്കെടുത്തോ? ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ആരെങ്കിലും തോക്കെടുക്കുവോ? നമ്മളെ ആരാ വെടിവെച്ചതാ? ഇവിടെ കൂടെ എന്താ എന്താ സാർ, ഇത് CID കളും
കുറ്റവാളികളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ്. സിഐഡികള്? ഏത് സിഐഡികള്? ശരികൾ ഞങ്ങൾ തന്നെ. ഓഹോ, ഇത് വളരെ മോശപ്പെട്ട ഒരു സ്ഥലമാ. ഇവിടെ നിൽക്കുന്ന അപകടമാ. വേഗം വണ്ടിയിലോട്ട് കയറിക്കോ. പോകാം. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് സർ. എന്റെ കാറ് വന്നില്ലായിരുന്നെങ്കിൽ രണ്ടുപേരെ അവര് തല്ലിക്കൊന്നേനെ. ഇത്രയും പെട്ടെന്നൊരു ആക്രമണം ഞങ്ങളും പ്രതീക്ഷിച്ചില്ല. ഏതായാലും ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സംതൃപ്തിയുണ്ട്. അനാഥ മന്ദിരം കെട്ടുന്നതിനെ പറ്റിയുള്ള ചർച്ച തീരാൻ വൈകിയത് നിങ്ങളുടെ ഭാഗ്യം. അപ്പൊ സാറ് കോൺട്രാക്ടർ ആയിരിക്കും അല്ലേ? അയ്യോ, ഞാനൊരു പാവം. സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാവം സാമൂഹ്യ പ്രവർത്തകൻ. ശരി. നിങ്ങൾ DYSPയുടെ കൊലപാതകം അന്വേഷിക്കാമെന്ന ഉദ്യോഗസ്ഥന്മാരാണല്ലേ? ആ കൊലപാതകം മാത്രമല്ല, ഞങ്ങൾക്ക് കംപ്ലീറ്റ് കള്ളക്കടത്തുകാരെയും വേരോടെ പിഴുതെറിയുകയും വേണം. നേര് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. ഈ നഗരത്തിലെ കള്ളക്കടത്തുകാരെ ഒതുക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം ദയനീയമായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ അന്വേഷണം ഏറ്റെടുത്തിട്ടുള്ളത്? ഒരു കസ്റ്റംസ് ഓഫീസർ, DYSP റാങ്കിലുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെ പലരും തട്ടിപ്പോയിട്ടുണ്ട്. ചെറുപ്പക്കാരായ നിങ്ങളോട് എനിക്ക് എന്തോ ഒരു പ്രത്യേക സ്നേഹം തോന്നുന്നു. ഈ അന്വേഷണത്തിൽ നിന്നും പിന്മാറുന്നതല്ലേ നല്ലത്? ഞങ്ങൾ ഭീരുക്കളല്ല സർ. തീരെയല്ല സർ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വല്ലപ്പോഴും ഈ പാവപ്പെട്ടവനെ കാണണമെന്ന് തോന്നുമ്പോ ഇത് വെച്ചോളൂ. താങ്ക് യു സർ. അപ്പോ ഞാൻ നിൽക്കട്ടെ. സോറി. യെസ് സ്റ്റഡി. എന്താന്നാ കുഞ്ഞുഷായത്, പിള്ളേർ കളിയാ? നടുറോഡിൽ വെച്ച് സ്റ്റണ്ട് നടത്താനാ എന്നോട് പറഞ്ഞേ? 4-5 ലോഡ് കൊപ്ര വന്നിട്ടുണ്ടായിരുന്നു. എന്നാ പിന്നെ ആ പണി നടക്കട്ടെ എന്ന് കരുതി. അതുകൊണ്ട് ആ കണ്ണനെ ഇസ്മയിലിനും ഒക്കെ അയച്ചത്. കൊപ്രാന്നല്ലേ? എടാ, നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായി മിലിറ്ററിക്ക് നിനക്ക് അറിയത്തില്ലേ? സ്വർണത്തിന്റെയും കഞ്ചാവിന്റെയും കച്ചവടം പുറത്തറിയാതിരിക്കാനുള്ള ഒരു മറ. ക്ഷമിക്കണം മുതലാളി. അടിച്ചും ഇടിച്ചും 2 മണിക്കൂർ സ്റ്റണ്ട് നടത്തിയല്ല ശത്രുക്കളെ വകവരുത്തേണ്ടത്. അവന്മാരെ കൊണ്ട് പറ്റത്തില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അവിടെ കാറും കൊണ്ടുവന്നത്. അതിൽ ആരെങ്കിലും പിടിച്ചിരുന്നെങ്കിൽ എന്റെ ഗതി എന്താവും? ഇനി ഒരു അബദ്ധം പറ്റില്ല മുതലാളി. ആ മംഗലാപുരത്തുനിന്ന് ദേവഗൌഡയുടെ ഫോണുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇടുക്കിയിൽ നിന്ന് കഞ്ചാവിലാറി എത്തിക്കാൻ അത്ര എളുപ്പമാണ്. അവന്മാരെ തട്ടിയിരുന്നെങ്കിൽ ഒരു ആത്മവിശ്വാസം വന്നേനെ. മുതലാളി ഒന്ന് സമാധാനമായിട്ടിരിക്കേ. ഞാൻ മുഖംമൂടി ഇടാം. അശോകവർമ്മയെ പോലെ യവന്മാരുടെ അന്ത്യു എന്റെ കൈകൊണ്ട് തന്നെ വേണമെന്നായിരിക്കും ദൈവനിശ്ചയം. ദേവഗൌഡയെ വിളിച്ചു പറ കഞ്ചാവ് വൈകില്ലെന്ന്. പിന്നെ കുഞ്ഞീഷം പുറത്തൊന്നും പോയി കളയരുത്. ഇല്ല. നമ്മുടെ സ്വർണ്ണപ്പെട്ടികൾ ഷെഡിലുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. അത് ഗുജറാത്തിൽ എത്തുന്നത് വരെ എനിക്ക് ഉറക്കം വരില്ല. ഞാൻ ഏതായാലും ഗുരുവായൂർ വരെ ഒന്ന് പോവുകയാണ്. ഈ ദുർഘടങ്ങളൊക്കെ മാറ്റിത്തരാൻ ഗുരുവായൂരപ്പനോടല്ലാതെ മറ്റാരോട് പറയാൻ? വിജയ, നീ ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറങ്ങും? നമ്മുടെ അന്ത്യം അടുത്തോ എന്നൊരു ഭീതി. നീയല്ലേ പറഞ്ഞത് CID ജോലി വളരെ സുഖമുള്ള ഏർപ്പാടാണെന്ന്? ഇത്രയും അപകടം പുറകിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞോ? സർക്കിള് പറഞ്ഞത് നേരാ. CIDകൾ ഒരിക്കലും പരസ്യമായ അന്വേഷണത്തിന് ഇറങ്ങരുത്. അക്കാര്യം ഞാനും ആലോചിക്കാതിരുന്നില്ല. റോഡിൽ വെച്ചൊരു തടിയനെ പിന്തുടരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവനെ ഉടനെ കണ്ടുപിടിക്കണം. കൊല്ലുമെന്ന് റെസ്റ്റോറന്റ് വെച്ച് അവൻ പറയുന്ന ഞാൻ കേട്ടതാ. ഓഹോ, കൈവിട്ടുപോയി. കൈവിട്ട് പോട്ടെ, നമുക്ക് മദുരാശിയിലേക്ക് തിരിച്ചു പോവാം. അങ്ങനെ ഒളിച്ചോടാൻ തുടങ്ങിയാൽ എവിടം വരെ ഓടും? ഈ കേസ് അല്ലെങ്കിൽ മറ്റൊരു കേസ് അന്വേഷിച്ചല്ലേ പറ്റൂ. നമ്മുടെ ജോലി ഇതായി പോയില്ലേ? ഈ ജോലി തന്നെ വേണ്ടെന്ന് വെച്ചാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. വിജയ, നിന്റെ കരിനാക്ക് പുറത്തെടുക്കാതെ. പട്ടിണിയും പരിവട്ടമൊന്നും നിനക്ക് മതിയായില്ലേ? തെണ്ടി തെണ്ടി കൂമ്പ് കരിയാറായപ്പോ ഒരു ജോലി കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെക്കാനോ? CIDകൾ വേഷം മാറി വേണം അന്വേഷണം നടത്തേണ്ടത് എന്ന തത്വം ഞാൻ മനസ്സിലാക്കുന്നു. ആ തടിയൻ തന്നെയാണ് നേതാവ്. അവനെ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും നമുക്കറിയണം. നമുക്ക് വേഷപ്രച്ഛന്നരാകാം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വേഷപ്രച്ഛന്ന മത്സരത്തിന് എനിക്ക് 1ാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. എന്നാ പേടിക്കാനേ ഇല്ല. നമുക്ക് മതം മാറാം. അയ്യോ, എന്തിന്?
താടിയും തുപ്പിയും വെച്ച് കുട നന്നാക്കുന്ന മുസ്ലിങ്ങളാകാം. കുട നന്നാക്കാനുണ്ടോ എന്നൊന്ന് വിളിച്ചേ. കുട നന്നാക്കാനുണ്ടോ? കൂടെ നന്നാക്കാനുണ്ടോ?